നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. നിധിൻ നബീൻ ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനാകും. നിധിൻ നബീന്റെ പേരിൽ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, നിധിൻ നബീൻ ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനാകുകയാണ്. നാളെയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരിക. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രോഹിണി, ആരാകും ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാണ് എങ്കിൽ പോലും നിലവിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബി.ജെ.പിയുടെ സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ കെ ലക്ഷ്മൺ MP അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. അതായത് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന പോസ്റ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക ലഭിച്ചിട്ടുള്ളത് നിതിൻ നബീന്റെ പേരിൽ മാത്രമാണ് എന്നാണ് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. 36 സംസ്ഥാന പ്രസിഡന്റുമാരുള്ളതിൽ 37 സെറ്റ് നോമിനേഷനാണ് ലഭിച്ചിട്ടുള്ളത്. ആ 37 സെറ്റ് നോമിനേഷനും നിതിൻ നബീന് വേണ്ടിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെയും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ബി.ജെ.പിയുടെ സംഘടനാ ശൈലി എന്നുള്ള രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പിന്തുണയോടുകൂടി ഒരാളെ ഐക്യകണ്ഠമായി തെരഞ്ഞെടുക്കുക, എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഐക്യകണ്ഠേനയും ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ശൈലിയാണ് ബി.ജെ.പി തുടർന്നു വരാറുള്ളത്. ആ സ്ഥാനത്തേക്ക് ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാനുള്ള നിയോഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ എന്ന യുവ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായി MLA ആണ്. ABVP-യിലൂടെയാണ് പൊതുരംഗത്തേക്ക് എത്തുന്നത്. യുവമോർച്ചയുടെയും ബി.ജെ.പിയുടെയും സംസ്ഥാന തലത്തിൽ ബീഹാറിൽ ചുമതലകൾ വഹിച്ചിരുന്നു. പിന്നീട് MLA ആയി, കഴിഞ്ഞ തവണ മന്ത്രിയായി. അത്തരത്തിൽ സംഘടനാ രാഷ്ട്രീയത്തിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള കരുത്തുറ്റ നേതാവാണ് നിതിൻ നബീൻ. അദ്ദേഹം ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും മുന്നിലുള്ളത് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 3 മാസങ്ങൾക്കുള്ളിൽ കേരളം, തമിഴ്നാട് കൂടാതെ അസം, ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള നിയോഗമായിരിക്കും നിതിൻ നബീനെ തേടി ആദ്യം തന്നെ എത്തുന്നത്. ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികൾ മുഴുവൻ പൂർത്തിയാവുകയാണ്. നാളെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇന്ന് ബാക്കിയുള്ളത്. ഇന്ന് 2 മണി മുതൽ 4 മണി വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്ത് നിന്ന് നിശ്ചയിച്ച പ്രതിനിധികൾ, ഇലക്ട്രൽ കൊളീജിയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിനിധികളെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 20 അംഗ പ്രതിനിധി സംഘമാണ് എത്തിയത്. നോമിനേഷൻ സമർപ്പിച്ചു. അത്തരത്തിൽ 37 നോമിനേഷനുകളാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ വന്നത്. ആ 37 നോമിനേഷനുകളും നിതിൻ നബീന്റെ പേരിലാണ് വന്നത് എന്നാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചത്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.